Bible study. Only one purpose, to be like Christ in eternity. യേശുവിനെ പോലെ നമ്മൾ ഇറ്റേണിറ്റിയിൽ ആയി തീരേണ്ടതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈബിൾ സ്റ്റഡി വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളിലുള്ള അശുദ്ധിയെ തിരിച്ചറിയാനും അതിൽ നിന്ന് നമ്മളെ അകറ്റി ദൈവത്തിന്റെ വിശുദ്ധിക്കൊപ്പം നമ്മളെ നടത്തേണ്ടതിനുമാണ് നമ്മൾ ബൈബിൾ സ്റ്റഡി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആഴ്ചയിൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുവാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് തീരുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെ? സ്നാനപ്പെട്ടവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, വാട്ട് ഈസ് ദ ലൈഫ് ആഫ്റ്റർ മൈ ബാപ്റ്റിസം? സ്നാനത്തിന് ശേഷം എന്റെ ജീവിതം എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ബിഫോർ അവർ ബാപ്റ്റിസം we have to tell to the people what is all about baptism. നമ്മൾ പഠിപ്പിക്കാറുണ്ട്, അല്ലേ? പക്ഷേ പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ മറന്നു പോകുന്നത് ആഫ്റ്റർ ബാപ്റ്റിസം എങ്ങനെയായിരിക്കും. കാരണം അതുകൊണ്ട് എന്താണ്? പലവിധമായ ദൈവസഭകളിലും ദൈവത്തിന് അനുയോജ്യമല്ലാത്ത പൈശാചികന്റെ നിറകുടമായ കാര്യങ്ങളൊക്കെ നിറഞ്ഞു വരുന്നതിന്റെ കാരണം ഇതിന്റെ അകത്ത് ആഫ്റ്റർ ബാപ്റ്റിസം എന്താണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ കാണുവാൻ സമയമെടുത്തില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന വിഷയം അതാണ്, നമ്മുടെ സബ്ജക്ട് അതാണ്. സ്നാനാനന്തരം ഈ ഭൂമിയിൽ, ഈ സഭയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദേശത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം. അത് ബൈബിൾ എന്ത് പറയുന്നു എന്ന് പഠിപ്പിക്കാൻ സമയമില്ല. പക്ഷെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എന്ത് പരാമർശിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, എന്താ പഠിക്കാൻ പോകുന്നത്? ലൈഫ് ആഫ്റ്റർ ബാപ്റ്റിസം. ബാപ്റ്റിസത്തിന് ശേഷം സഭയിൽ, പറഞ്ഞാട്ടെ, സഭയിൽ പറഞ്ഞു കേട്ടോ, സഭയിൽ, വെളിയിൽ, ഏത് പരിസരത്തും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് കൊലോസ്യർക്കുള്ള സഭയിലോട് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ. എല്ലാവരും 3-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ബൈബിൾ എല്ലാവരും തുറന്നിട്ട് 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിക്കണം. എല്ലാം വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എങ്കിലും കുറഞ്ഞ പക്ഷം ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ ഒരാള് ഒച്ചത്തിൽ സ്പീഡിൽ വായിച്ചോ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് പതുക്കെ അവിടെ നിന്ന് ഒരു കാര്യത്തിലേക്ക് put your tender mercies, kindness, humility, meekness, long-suffering, bearing with one another and forgiving one another. If anyone has a complaint against another, even as Christ forgave you, so you also must do. But above all these things, put on love, which is the bond of perfection, and let the peace of God rule in your hearts, to which also you are called in one body, and be thankful. കൊലോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത് ധന്യനായ പൗലോസാണ്. പൗലോസിനെ കുറിച്ച് ആർക്കറിയാം? എത്ര പേർക്കറിയാം? ആരാ പൗലോസ്? ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, എന്നാലും എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു സന്തോഷവും. ആരാ പൗലോസ്? യേശുക്രിസ്തുവിനെ ആൾക്കാരുടെ പുസ്തകം. പിന്നെ ബൈബിൾ സ്റ്റഡി അല്ലേ, ഇങ്ങനെ എടുത്താൽ മതിയല്ലേ, എന്നാലും മനസ്സിലാക്കുമല്ലോ. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളെല്ലാം മലയാളികളായിരുന്നു, വരിയില്ല. ഇല്ല, നമുക്കൊന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ചില കാര്യം അല്ലേ കേൾക്കുന്നത്, അങ്ങനെയല്ലേ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അല്പസമയത്തേക്ക് തുടർന്ന് ഞാനൊരു ടീച്ചറുമായിട്ടുള്ള കാര്യമാണ് ഈ 3 ദിവസം ചെയ്യാൻ പോകുന്നത്. സന്തോഷത്തോടെ ഇരിക്കാം. എന്താണ് പൗലോസ്? ആരാണ് പൗലോസ്? പറഞ്ഞാട്ടെ, അതിന് മുമ്പ് ആരായിരുന്നു? പറഞ്ഞാട്ടെ, ആരായിരുന്നു അതിനു മുമ്പ്? പൗലോസ് യേശുവിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ഒരു വലിയ പണക്കാരന്റെ മോനായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ പണക്കാരന്റെ മോനാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ന്യായപ്രമാണം പഠിക്കണമെന്നുള്ള അത്യാഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് അന്നത്തെ കാലത്ത് ആ യഹൂദ ചട്ടപ്രകാരം അനുസരിച്ച് അവരെ ഹയർ സ്റ്റഡീസ് മനസ്സിലാവുന്നുണ്ടോ?
അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിക്കുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന സ്കോളേഴ്സ്. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വരുന്നതിന് മുമ്പേ മശിഹായെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നേടിയ വ്യക്തിയായിരുന്നു ഒരു സാധാ പുള്ളിയല്ല, ഒരു അൻപടല്ല, ഒരു വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയല്ലായിരുന്നു. ചുമ്മാ യേശു കർത്താവിന്റെ ഒരു വെളിച്ചം ആകാശത്ത് കണ്ടപ്പോഴേക്കും യേശുവിനെ അറിഞ്ഞ വ്യക്തിയല്ലായിരുന്നു. അതിനു മുന്നമേ തന്നെ ന്യായപ്രമാണങ്ങളുടെ അവഗാഹ ജ്ഞാനത്താൽ യേശു ക്രിസ്തുവിന്റെ മശിഹത്വം, യേശു മശിഹയാണെന്നുള്ള ആ പരാമർശങ്ങൾ യശയ്യാപ്രവചനത്തിലും ന്യായപ്രമാണ പുസ്തകങ്ങളിൽ നിന്നും വായിച്ച അറിവുള്ള വ്യക്തിയായിരുന്നു ആര്? അത് മാത്രമല്ല സ്വന്തത്രീം സംഘത്തിന്റെ ഒരു അംഗത്വമുള്ള വ്യക്തിയായിരുന്നു. പലരും ഈ പൗലോസ് വിവാഹത്തിനോടുള്ള ബന്ധത്തില് പല ന്യായവാദങ്ങളുണ്ട്. പക്ഷെ ഒരു പൗലോസ് വിവാഹം കഴിച്ചതാണ് എന്നുള്ള ഒരു അനുമാനിക്കപ്പെടുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേക്കുക, ഈ സന്നദ്ധിയും സംഘത്തിന്റെ അംഗത്വം വേണമെങ്കിൽ അവൻ വിവാഹിതൻ ആയിരിക്കണമെന്ന് ഒരു യഹൂദ ചട്ടങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു? സന്നദ്ധിയും സംഘത്തിന്റെ ഒരു വ്യക്തി ആയതുകൊണ്ട്, വക്താവ് ആയതുകൊണ്ട് അതിനുള്ളിലുള്ളതായ ന്യായപ്രമാണങ്ങൾ പഠിച്ചവർ, ശ്രദ്ധിച്ചേക്കാം, ന്യായപ്രമാണങ്ങൾ പഠിച്ചവരാണെങ്കിലും അത് പ്രവർത്തിക്കാതെ സ്വന്തമായ നീതിയിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു സന്നദ്ധിയും സംഘത്തിലുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം അറിയാം എന്നാ ഒന്നും പ്രവർത്തിക്കില്ല. പറഞ്ഞാൽ എല്ലാം നമ്മുടെ സഭകളിലും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? എല്ലാം അറിയാം, ചുമ്മാ വന്നിങ്ങനെ ഇരിക്കും, ഒന്നും പ്രവർത്തിക്കില്ല. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സഭകളിലും പോയാൽ കാണാം. ചോദിച്ചാലോ A to Z. ഞാൻ പണ്ട് ഈ ചില കത്തലിക് അപ്പച്ചന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അപ്പച്ചന്മാർക്ക് അറിയാം കുടിക്കരുത്, എന്നാലും കുടിച്ചിട്ടേ സഭ എന്ന് പറഞ്ഞതുപോലെ ദൈവസഭകളിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെ കെവിൻ ബ്രദറെ? ഇല്ലേ? എല്ലാം അറിയാം. പറഞ്ഞാൽ എല്ലാം അറിയാം, എന്നാ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർ ആയുസ്സും സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ അങ്ങനെ എല്ലാം അറിയാം, എന്നാൽ ഒന്നും അറിയാത്ത ഒരു ഒന്നും പ്രവർത്തിക്കാതെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴേക്കും അവരെ കുറിച്ചൊക്കെ പറഞ്ഞത്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അധിക ഭാരം വയ്ക്കുന്നു, എന്നാൽ ചെറുവിരൽ കൊണ്ട് പോലും നിങ്ങൾ അനക്കാത്തവെന്ന് പറയാൻ കാരണം എന്താണ്? ഇവരുടെ അകത്ത് പറഞ്ഞാൽ ജ്ഞാനമുണ്ട് ദൈവവചനത്തെ കുറിച്ച്, എന്നാൽ അത് പ്രവർത്തിക്കുവാനുള്ള പ്രവർത്തന ശക്തി അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് ആര് ചെന്നുപെട്ടത്. അത് മാത്രമല്ല, പൗലോസിന് അന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുവിനെ കുറിച്ചല്ല, മഷിയെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തതിനാൽ യേശു മാർഗക്കാരായ ആളുകളെ തിരഞ്ഞു പിടിച്ച് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം അധികാര പത്രങ്ങളും കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്ത ഡെമസ്കോസിന്റെ പടിവാതിൽക്കലൂടെ ഇങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് എന്തിനാ പായുന്നത്? ഇവരെയൊക്കെ പിടിച്ചിട്ട് നിഷ്കരണം നശിപ്പിച്ച് ദൈവസഭയെ തന്നെ മുച്ചോടെ മുടിച്ച് യേശുവിന്റെ മാർഗക്കാരെ കൊല്ലേണ്ടതിന്, യേശുവിന്റെ മാർഗക്കാരെ നീക്കിക്കളയേണ്ടതിന് അധികാരികളുടെ പത്രവും വാങ്ങിച്ചുകൊണ്ട് ഇതാ പൗലോസ് ഡെമസ്കോസിലൂടെ കടന്നു വരുമ്പോൾ നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു മഹാ വെളിച്ചം തന്റെ കണ്ണിലടിക്കുവാനിടയായി. അപ്പോൾ ഈ അധികാരമുള്ളവൻ ഇതാ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ്, അധികാരം താഴെ വീണു. എന്താ എങ്ങനെയാണ് പറയാ? ദൈവ അധികാരത്തിന് മുമ്പിൽ ഒരു അധികാരവും നിലനിൽക്കുകയില്ല. ദൈവ അധികാരിയായി ഉള്ളപ്പോൾ ഒരു രാജ്യത്തിന്റെ അധികാരവും ദൈവ മുമ്പിൽ നിഷ്ഫലമാണ്. അതാണ് ദൈവത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അധികാരത്തിന്റെ മക്കളാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ ദൈവ അധികാരത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എന്നെ ശല്യപ്പെടുത്തുവാൻ ഭൂമിയിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഇങ്ങനെ സൂര്യന്റെ പ്രകാശം അടിച്ച് കാഴ്ചയില്ലാതായി പിൽക്കാലത്ത് അനന്യാസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് കാഴ്ച പ്രാപിച്ച് അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, അന്ന് മുതൽ
പൗലോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചത്. അതാ പൗലോസ് എന്ന് പറഞ്ഞാൽ എരിവുള്ള പൗലോസ്. പറഞ്ഞാട്ടെ, അത്യന്ത ശക്തിയുള്ള എരിവുള്ള, യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ആ പൗലോസാണ് കൊലോസ്യ സഭയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവിൽ നിറഞ്ഞ് റോമിൽ തുറങ്കിലായിരിക്കെ, എന്ന് പറഞ്ഞാൽ ജയിലിലായിരിക്കെ എഴുതുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ. ഓക്കെ, AD 60-നും 64-നും ഇടയിൽ എഴുതിയ ഒരു ലേഖനമാണ്. എവിടെ വെച്ചാണ് എഴുതിയത്? തടവിൽ. പറഞ്ഞാണ് റോമൻ തടവിൽ വെച്ച് എഴുതിയ ലേഖനം, കൊലോസ്യർക്കുള്ള ലേഖനം. പൗലോസ് AD 60-നും 64-നും ഇടയിൽ എന്ന് പറയുന്നത്, ചിലർ 54-നും 64-നും എന്ന് വായിക്കോട്ടെ, ഡിസ്പ്യൂട്ട്. ഞാൻ വിശ്വസിക്കുന്നത് 60-നും 64-നും ഇടയിൽ വെച്ച് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഈ കൊലോസ്യ എന്ന് പറയുന്ന ദേശം എവിടെയാ? ഏഷ്യ മൈനറിൽ, ഇപ്പോഴത്തെ തുർക്കി എന്ന് പറയുന്നതിന്റെ ആ സ്ഥലത്തുള്ള ഒരു സ്ഥലമാണ് കൊലോസ്യ. എഫെസോസിൽ നിന്ന് ഒരു 120 മൈൽ അകലെയും ലവോദിക്യ സഭയോട് അടുത്തുള്ള ഒരു സ്ഥലവുമാണ് ഈ കൊലോസ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊലോസ്യയിലെ ആളുകളൊക്കെ വലിയ ധനാഠ്യന്മാരാണ്. അവിടെ ദൈവസഭ ഉണ്ടായി. എന്നാൽ ഈ ദൈവസഭയ്ക്ക് അനുയോജ്യമായ ഒരു ദൈവാലോചന മനസ്സിലാക്കിയിട്ട് ദൈവപ്രേരണയാൽ എഴുതി വെച്ച ഒരു അനുഗ്രഹീത ലേഖനമാണെന്ന് കൊലോസ്യ ലേഖനം. ഇനി ഈ കൊലോസ്യ ലേഖനത്തെ വിഭജിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എഴുതിയെടുക്കുക. നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പഠിപ്പിക്കുവാൻ പറ്റും എന്നുള്ള രസത്തിലാണ് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഡിവിഷൻസ് പഠിക്കാൻ പോവാൻ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ. നമ്മുടെ വിഷയം അതല്ല, ഞാൻ തിരിച്ച് നമ്മൾ വായിച്ച പദത്തിലേക്ക് വരും. എന്നാലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എഴുതിയിട്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവരുടെ ആത്മീയ വളർച്ച കണ്ടിട്ട്, ആരുടെ? കൊലോസ്യ സഭയിലുള്ള ആത്മീയ വളർച്ച കണ്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ് 1-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ എഴുതിയിട്ടാണ് ഇങ്ങനെ: ആത്മീയ വളർച്ച കണ്ടിട്ട്, കൊലോസ്യ സഭയുടെ ആത്മീയ വളർച്ച കണ്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതാണ് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. എഴുതിയെടുത്തോ. 2-ാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ 15-ാം വാക്യം മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ. ഓക്കെ, അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യം. ഇതൊരു ഇച്ചിരി ഘനമേറിയ വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. യേശു ക്രിസ്തു ആര് എന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഔന്നത്യം, ഉന്നതി, ശ്രേഷ്ഠത അതിവ്യക്തമായി തറപ്പിച്ച് ഉറപ്പിച്ച് അനേകായിരങ്ങളെ മിണ്ടാതാക്കുന്ന നിലയിലാണ് യേശുവിന്റെ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയം 2-ാം അധ്യായം 1-ാം അധ്യായം 15 മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ എന്ത് ചെയ്തിരിക്കുന്നത്? വിശകലനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ എഴുതുവാനുള്ള കാരണം കൂടെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ 2-ാം അധ്യായം 4-ാം വചനം മുതൽ അതിന്റെ 23-ാം വചനം വരെ പൗലോസ് പറയാനുള്ള കാരണം, ഈ സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് മുന്നേ പറയാനുള്ള കാരണം ആ സഭയിൽ എന്ത് കടന്നു കയറി? ദുരുപദേശം കടന്നു കയറി. അപ്പൊ 2-ാം അധ്യായം 4 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, യേശുവിന്റെ സുപ്രീമസിയെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അതിനെ തുച്ഛീകരിക്കുന്ന അനേകരുണ്ട്. അവരെ കണ്ടുകൊണ്ട് ദൈവസഭ മിണ്ടാതിരിക്കരുത്, അവർക്ക് വിരോധമായി ദൈവസഭ എഴുന്നേൽക്കണമെന്ന് വാണിംഗ് കൊടുക്കുന്നതാണെന്ന് 2-ാം അധ്യായം 4-ാം വചനം മുതൽ 23-ാം വാക്യം വരെ. എന്ന് പറയുന്നത് നമുക്ക് അധികാരം എന്താണെന്നറിയാവോ? സഭയിൽ വരുന്ന ആരെയും എന്തും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചുപ്രഹോ എന്ന് പറഞ്ഞിരിക്കരുത്. എന്ത് ചെയ്യണം? വചനജ്ഞാനം ഉള്ളവൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് പറയണം, സഹോദര, ഈ ഒരു വാക്യം ഇത് തെറ്റാണല്ലോ എന്ന് പറയാനുള്ള അധികാരം ദൈവസഭയ്ക്കുണ്ട് എന്ന് ഓർപ്പിക്കുന്നതാണ്.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താ അധികാരമുള്ളത്? ദുരുപദേശം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോഴേ പാസ്റ്ററെ വിട്ടു വിളിക്കണം. ആ പാസ്റ്ററെ ഒന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ വന്നു, അങ്ങനെയാണോ? എന്ത് ചെയ്യണം? ദുരുപദേശത്തെ മിണ്ടാതാക്കുവാൻ പറഞ്ഞാട്ടെ, ദുരുപദേശത്തെ മിണ്ടാതാക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ടെന്ന് പൗലോസ് കൊലോസ്യ സഭയെ ഓർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ദൈവഹിതമല്ലാത്ത ആളുകൾ, ദൈവശബ്ദമല്ലാത്ത ആളുകൾ പലവിധമായ ഉപദേശങ്ങൾ കേട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിനടുത്ത് വന്ന് നമ്മളോട് താലോചന വാക്കുകൾ പറയുമ്പോൾ അത് കേട്ട് കർണരസമാറ് മിണ്ടാതിരിക്കരുത്. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ശക്തി തിളക്കുന്നുണ്ടെങ്കിൽ അവരെ ഇരുത്തി പറയണം, നിങ്ങൾ പറയുന്ന വാക്കിനോട് എനിക്ക് യോഗ്യമല്ല, കാരണം എനിക്കൊരു ഉപദേശമുണ്ട്. അതാണ് പൗലോസ് 4-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നത്. അടുത്തത് 3-ാം അധ്യായം, അതിന്റെ 1 മുതൽ 4-ാം അധ്യായം 6-ാം വാക്യം വരെയാണ് നമ്മുടെ സബ്ജക്ട്. ആ സബ്ജക്റ്റ് ആണ് ഒരു വ്യക്തി ക്രിസ്തുവിലായതിനു ശേഷം, ഇങ്ങനെ പറയാം, ഒരു വ്യക്തി സ്നാനാനന്തരം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന ഒരു അധ്യായമാണെന്ന് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 6-ാം വാക്യം വരെ. ഓക്കെ, അതിൽ ഇങ്ങനെ വേറെ പോയിന്റ് എഴുതിക്കോ. ക്രിസ്തുവിൽ ഒരു ബിലീവർ എങ്ങനെയായിരിക്കണം ആഫ്റ്റർ ബാപ്റ്റിസം? ക്രിസ്തുവിൽ ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം? ഒരു പിതാവ് എങ്ങനെയായിരിക്കണം? ഒരു ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം? മക്കൾ എങ്ങനെയായിരിക്കണം? ദാസൻ എങ്ങനെയായിരിക്കണം? യജമാനൻ എങ്ങനെയായിരിക്കണം? എന്നിത്യാദി പാഠഭാഗങ്ങൾ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ എത്ര വരെയുള്ള വാക്യങ്ങൾ? 6 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ എന്താ പറയുന്നത്? ഫൈനൽ ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഇങ്ങനെ 4 അധ്യായങ്ങളുള്ള ഇങ്ങനെ 4 അധ്യായങ്ങളുള്ള ദൈവസഭയ്ക്ക് മാറ്റമുണ്ടാകുന്ന, ദൈവസഭ അനുയോജ്യമായി ജീവിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന, ദൈവസഭയുടെ പ്രാർത്ഥനയെ കണ്ട് സന്തോഷിക്കുന്ന, ദൈവസഭയുടെ ആത്മീയ ജീവിതം കണ്ട് സന്തോഷിക്കുന്ന ഒരു ധന്യനായ പൗലോസ് ജയിലിന് അകത്ത് കിടന്ന് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഒരു ലേഖനമാണ് എന്ത്? കൊലോസ്യ ലേഖനം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഓരോ അധ്യായങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്നു നന്നായിട്ട് പഠിച്ച് അനേക കാര്യങ്ങൾ പഠിക്കും. എന്നാൽ ഇന്ന് നമുക്ക് കുറച്ച് ഇനി ഒരു 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റിനുള്ളിൽ ഒരു പോയിന്റ് എങ്കിലും ഇതിനകത്ത് ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ വായിച്ച ആ പദത്തിലേക്ക് കടന്നു വരാമോ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ. അതിന്റെ 12-ാം വാക്യമാണ് നമ്മൾ തുടക്കമിടാൻ പോകുന്നത്. ഒന്ന് വായിക്കാം. അതുകൊണ്ട് ആ പദം ആരും മറക്കരുത്. എല്ലാവരും പറഞ്ഞാൽ എന്നോട് അതുകൊണ്ട്. എല്ലാവരും പറയുന്നത് അതുകൊണ്ട്. നോക്കിക്കോ, ആ ഉള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? അതുകൊണ്ട് 3 കാര്യങ്ങൾ. ദൈവത്തിന്റെ വൃദ്ധന്മാർ. ദൈവത്തിന്റെ വൃദ്ധന്മാർ. വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അടുത്തത് വിശുദ്ധന്മാർ. വിശുദ്ധര്. പ്രിയന്മാരും. 3 കാര്യങ്ങൾ. അതുകൊണ്ട് പറഞ്ഞാട്ടെ. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായി, വിശുദ്ധരായി, ദൈവത്തിന്റെ പ്രിയരായി നമ്മൾ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി താഴെ വായിച്ചേ. മനസ്സലിവ്. അങ്ങനെ ഉള്ളവർ, ഈ 3 കാര്യത്തിൽ കൺസിസ്റ്റൻസിയോടെ മുന്നോട്ട് പോകുന്നവർ. അതുകൊണ്ടെന്നുള്ള പദം നമ്മൾ എഴുതി വെച്ചോളാം. അതിന്റെ വിശദീകരണം ഞാൻ തരാം. ഇനി ഈ 3 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ, അതെല്ലാം വിശദീകരിക്കുന്ന 3 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് എന്നിവ ധരിക്കണം. ഈ 3 കാര്യമുള്ളവർ എന്തൊക്കെയാ? തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ പറഞ്ഞാട്ടെ. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. ഇങ്ങനെ കൈ കൊടുത്ത് എന്ന് പരസ്പരം പറഞ്ഞേ. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കൊടുത്തു പോരാ, ആരും പേടിക്കത്തില്ല. പറഞ്ഞാട്ടെ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ. കൊടുത്തു വിടല്ലേ, വല്ലപ്പോഴൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയനാണ്. ഈ കാര്യം ധരിച്ചിരിക്കണം.
ഈ കാര്യം ധരിച്ചിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ, 5 അവിടെ പറയുന്നുണ്ട്, താഴേക്ക് വേറെ സ്നേഹത്തെ കുറിച്ച് ആഡ് ചെയ്യുമ്പോൾ 6 കാര്യങ്ങൾ ഈ 3 കാര്യത്തിൽ ജീവിക്കുന്നവർ എന്ത് ചെയ്യണം? ധരിക്കണം. ഈ ധരിക്കുന്നതിന്റെ പ്രത്യേകത പറയാമോ? ഈ ധരിക്കുക എന്നുള്ള പദം വെച്ച് ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ സാധാരണ വസ്ത്രം മാറി ധരിക്കുന്നത് പോലെ ധരിക്കേണ്ട സാധനമല്ല. ഒരിക്കൽ ക്രിസ്തുവിലായാൽ ധരിച്ചാൽ നിത്യതയോളം ആ ഉടുപ്പുണ്ടാകും. ഹലോ, ദൈവസഭയുടെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി, ഒരു സ്റ്റുഡന്റ് ഒറ്റയ്ക്ക് പഠിക്കുവാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ യേശുവിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ ഞാൻ പറയുന്നത്. സാഹചര്യത്തിനൊത്ത് ഉടുപ്പ് മാറുന്നത് പോലെ, ചൂട് വരുമ്പോൾ ചൂടുടുപ്പും തണുപ്പ് വരുമ്പോൾ തണുപ്പെടുപ്പ് ഇടുന്നത് പോലെയുള്ള അവസ്ഥയല്ല ബൈബിൾ പറയുന്നത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ അടുത്തുള്ളവരോട്, നമുക്ക് ഈ ഉടുപ്പ് മാറാൻ അവകാശമില്ല. ഇതിന് വിശുദ്ധീകരണം വരുമ്പോഴേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ 3 കാര്യമുള്ളവർ 6 കാര്യം ധരിക്കണം. ഇനി ഈ 6 കാര്യത്തിൽ നിലനിൽക്കുന്നവർ അതിന്റെ ഇടയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചാൽ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും. ഇത് എന്ത് ചെയ്യണം? ഇത് ധരിക്കാനുള്ള പറഞ്ഞാൽ 6 കാര്യം ധരിക്കണം, ഇത് ചെയ്യണം. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 6 കാര്യം ധരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇനി അന്യോന്യം പൊറുക്കുകയും. അന്യോന്യം പൊറുക്കണം. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ. എന്റെ ദൈവം, അപ്പൊ വഴക്കുണ്ടാവും. ഒരുവനോട് ഒരുവൻ സഭയിലുള്ളതായാലും വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് ആയാലും മക്കൾ തമ്മിലായാലും വഴക്ക് പറഞ്ഞാൽ വഴക്ക് ഉണ്ടായിരിക്കില്ല. വഴക്ക് ഉണ്ടാകും. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ സ്പ്ലിറ്റ് ആകും. എന്ത് ചെയ്യണം? ദൈവം തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അതെങ്ങനെ? അത് ഞാൻ വിശദീകരിക്കാം. എന്നിട്ട് താഴേക്ക് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അതാണ് ആ വാക്യം നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ. അതാണ് ഞാൻ 7ാമത്തെ കാര്യം. 6 കാര്യം ധരിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ 5 കാര്യം മേളിൽ എഴുതി 6ാമത്തെ കാര്യം ഇത് സ്നേഹം ധരിക്കണം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. എപ്പോ വാഴും? സ്നേഹം ധരിക്കുമ്പോൾ. സ്നേഹം മാത്രമല്ല പറഞ്ഞാൽ ഈ 6 കാര്യം ധരിക്കണം. ഈ 2 കാര്യം ധരിക്കുമ്പോൾ ആരുടെ സമാധാനം ഉണ്ടാവും? എന്നിട്ട് അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഞങ്ങൾ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് സ്നാനത്താൽ. ഹല്ലേലൂയ. അപ്പൊ സ്നാനത്താൽ ഒന്നാകുന്നത് എപ്പോഴാണ്? നമ്മള് യേശു കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ഒന്നാകുന്നത്. ദൈവവചനം പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഒന്നാകേണ്ടതിന് നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ നമ്മൾ എന്തായി? അപ്പൊ ഈ കാര്യം ഈ കൊലോസ്യ സഭയിൽ സ്നാനപ്പെട്ടവരോട് പറയുന്നത് എന്താണെന്നറിയാവോ? അവര് വെള്ളത്തിൽ മുങ്ങി, പക്ഷെ ഒന്നാകാനുള്ള മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. വെള്ളത്തിൽ മുങ്ങി ഒന്നാകാനുള്ള ഹൃദയമില്ലാത്തത് കൊണ്ട് അവരെ പറയുകയാണ്, അങ്ങനെ ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറയും. ഇനി നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. എന്നാൽ അടുത്ത പറയുന്നത് കേട്ടോ, സങ്കീർത്തനങ്ങളാൽ. എന്നിട്ടാണ് ആരാധന. ഇവിടെ നമ്മൾ ഓടി വന്ന് അങ്ങ് ആരാധിക്കും. പക്ഷെ മുന്നിലത്തെ എല്ലാം ഇല്ലെങ്കിലും ആരാധന പറയും അല്ലേ? ആടിയും പിടിയും താപ്പും താമ്പേരും എല്ലാം ഉണ്ട്. തുള്ളിച്ചാട്ടമുണ്ട്, ഡാൻസ് ഉണ്ട്, എന്തില്ല? മനസ്സിലാവുന്നുണ്ടോ? സഭയ്ക്ക് പറ്റിയ അവളി ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. നല്ല കാര്യം. പാട്ടുണ്ടാകണം, നല്ല കാര്യം. മ്യൂസിക് സിസ്റ്റം ഉണ്ടാകണം, എല്ലാം ആവശ്യമാണ്. പക്ഷെ സഭ ഒന്നോടൊന്ന് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ, സഭയിൽ ദൈവസമാധാനമില്ലെങ്കിൽ, സഭയിൽ ഈ 6 കാര്യം ധരിക്കുന്നില്ലെങ്കിൽ, സഭയിൽ ഈ 2 കാര്യം ധരിക്കുന്നില്ലെങ്കിൽ, സഭയിൽ ഈ 3 അവസ്ഥയില്ലെങ്കിൽ അവരുടെ ആരാധന വ്യർത്ഥമാണ്.
അതാണ് പൗലോസ് ആഴത്തിൽ ഗ്രഹിപ്പിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പറഞ്ഞാട്ടെ 3, 6, 2, 2. ഇനി നമ്മൾ വായിച്ച പതിലേക്ക് കടന്നു വരാം. 12-ാം വാക്യം ഒന്നുകൂടെ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാട്ടെ. അതുകൊണ്ട് പറഞ്ഞാട്ടെ എല്ലാവരും. അതുകൊണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. അതുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താ പൗലോസേ അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അല്ലേ? ആ ഒരു ചോദ്യം വരുന്നില്ലേ? ടീച്ചർമാരൊക്കെ അല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു ചോദിക്കല്ലേ? എന്താ പറയുന്നത്? അതുകൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെന്ത് ചോദിക്കും? എന്തുകൊണ്ട്? സ്വാഭാവികം നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ട് പൗലോസ് ഈ 3 ആൾക്കാരോട് പറയാ അതുകൊണ്ട് നിങ്ങൾ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശുദ്ധർ, പ്രിയമുള്ളവർ. ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് പറഞ്ഞാലേ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ വിശുദ്ധരെ പോലെ ദൈവത്തിന് പ്രിയരായി ജീവിക്കണം. എന്തുകൊണ്ട് എന്നുള്ള ഒരു 5 കൂട്ടം കാര്യങ്ങളാണ് 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ എഴുതിയത്. അതിൽ ഓർത്ത് പഠിക്കാം. 1-ാം വാക്യം വായിച്ചാൽ എന്നിട്ട് നമുക്ക് സമയം കഴിയുമ്പോഴേക്കും 4-ാം വാക്യം കണ്ടിപ്പോ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ മതി. 1-ാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവർ ആകൊണ്ട്. ആര് തിരഞ്ഞെടുക്കപ്പെട്ടവർ? മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞത്? 1-ാമത്തെ കാര്യം എന്താ? നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് സന്തോഷമില്ല ഉയർത്തവരാണെന്ന് പറഞ്ഞത്. മരിച്ചവരാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞേനെ. ഉയർത്തവരാണെന്ന് പറയുമ്പോഴല്ലേ അല്ലേ? നമ്മൾ ആരാ? ഉയർത്തപ്പെട്ടവരാ. അതിന്റെ ആഴം എന്ന് പറയുന്നത് ഞാൻ യേശുവിനോട് കൂടെ സ്നാനപ്പെട്ടപ്പോൾ എനിക്കൊരു ഉയർപ്പുണ്ടായിരുന്നു. അതാണ് അതിന്റെ കൊലോസ്യയിലെ 2-ാം അധ്യായം 14-ാം വാക്യം വായിച്ചത്. ആ സ്ഥാനത്തോടു കൂടെ എന്ത് ചെയ്തു? അടക്കപ്പെട്ട മാത്രമല്ല അടുത്തതാ വിശ്വാസം മൂലം നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെയാ ഉയർത്തത്? എങ്ങനെയാ ഉയർത്തത്? സ്നാനപ്പെടുമ്പോൾ എന്ത് ചെയ്തു? മരിച്ചു. പറഞ്ഞാട്ടെ മരിച്ചു. മരിച്ചവരല്ലേ ആണോ അല്ലയോ? എന്തിനാ മരിച്ചത്? എഫേസ്യ ലേഖനം 2:1 വായിച്ചാട്ടെ. എങ്ങനെയാ മരിച്ചത്? എന്താ അതിക്രമം? എന്താ പാപം? 2 കാര്യങ്ങൾ പറയുന്നില്ലേ? യെസ് ഓർ നോ? എന്തൊക്കെയാ അതിക്രമവും പാപവും? പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂലഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകലുക. പറഞ്ഞാട്ടെ ദൈവത്തിൽ നിന്ന് അകലുക. അപ്പൊ അതിക്രമം എന്താ? ദൈവ ഉപദേശത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അതാണ് 2 പദങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ദൈവത്തിൽ നിന്നും ദൈവിക ഉപദേശങ്ങളിൽ നിന്നും ഇങ്ങനെ കേട്ടി പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മൾ അകന്ന് മരിച്ചവരായ നമ്മളെ. അപ്പൊ എന്തുവാണ്? ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു, എങ്കിലും ദൈവത്തെ അറിയാത്തവരെ പോലെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരെ പോലെ, ന്യായപ്രമാണം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട്, പാപത്തിന്റെ മോഹത്തിൽപ്പെട്ട്, ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിച്ച് മരിച്ചൊരു കാലം ഉണ്ടായിരുന്നുവെന്ന് പൗലോസ് കൊലോസ്യ സഭയെ ഓർപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കും, പൗലോസേ നീ അവര് മരിച്ചവരാണെന്ന് ഓർപ്പിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ പൗലോസ് പറയും, അവരുടെ മരിച്ചതിന്റെ അഗാധത മനസ്സിലാക്കിയെങ്കിലേ ദൈവസഭയെ ദൈവസഭയെ ഉയർപ്പിച്ചതിന്റെ മഹാത്മ്യം ദൈവസഭയ്ക്ക് മനസ്സിലാവും. അപ്പൊ പലരും നമ്മൾ മനസ്സിലാക്കാത്തത് ഉയർപ്പ് എന്ന് പറയുമ്പോ അതിന് മുന്നമേ എന്ത് ചിന്തിക്കണം? മരിച്ചവരായിരുന്നു, നമ്മൾ ഒരുക്കപ്പെട്ടവരായിരുന്നു, നമ്മൾ തള്ളപ്പെട്ടവരായിരുന്നു, ഒരു അലക്ക് കാരണം വെളുപ്പിക്കുവാൻ പറ്റാത്ത നിലയിൽ നമ്മൾ കറപുരണ്ടവരായിരുന്നു, നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നവരായിരുന്നു, മരിച്ച ഭൂമിയിൽ മൺമറയേണ്ടവരായിരുന്നു, നിത്യനാശത്തിൽ ചെല്ലേണ്ടവരായിരുന്നു, ശാപത്തിൽ മരിക്കേണ്ടവരായിരുന്നു, ഒരു കാരണവശാലും പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. അങ്ങനെ മരിച്ചവരായ നമ്മളെ യേശു കർത്താവ് വന്നു ജീവിപ്പാൻ
നമ്മൾ അല്പമെങ്കിലും അതൊക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് മാറിയേനെ. നമ്മൾ എവിടെ നിന്നാ വന്നവർ ഇന്നും മരിച്ചവർ പിന്നെയും വീണ്ടും മരിക്കുന്ന ഒരു സ്ഥലമായി ദൈവസഭ മാറിയില്ലേ? അനാവശ്യമായ ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് അനുയോജ്യമല്ലാത്ത, വചനത്തിന് അനുയോജ്യമല്ലാത്ത പലവിധമായ കാരണങ്ങൾ ദൈവസഭയിലേക്ക് തള്ളിക്കേറുമ്പോൾ കുറഞ്ഞപക്ഷം നമ്മളെങ്കിലും ഒന്ന് ചിന്തിച്ചോളും. നമ്മൾ മരണപ്പെട്ട് മാഞ്ഞുപോയവരാ. നമ്മൾ അതിൽ ജീവിക്കേണ്ടവരല്ല. നമ്മൾ അതിൽ നിന്ന് ഉയർത്തുവെളിയിൽ വന്നവരാ. അങ്ങനെയാണെങ്കിൽ പാപം കുറഞ്ഞേനെ, അങ്ങനെയാണെങ്കിൽ തമ്മിൽ തല്ല് കുറഞ്ഞേനെ, അങ്ങനെയാണെങ്കിൽ തള്ളു പറയുന്നത് നിർത്തിയേനെ. എന്താ ദൈവസഭയ്ക്ക് പറ്റിയത്? അവരെ ഉയർപ്പിച്ചതിന്റെ മഹത്വം അവർ മറന്നുപോയി. അപ്പൊ നമ്മളെ എന്ത് ചെയ്തു? നമ്മൾ മരിച്ചവരായിരുന്നു അല്ലേ? നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ? കള്ളു കുടിച്ച് ഓടയിൽ കിടന്ന സമയത്ത് പോലും ആരും വന്നിട്ടില്ല അല്ലേ? പേപ്പട്ടിയെ പോലെ ഓടി നടക്കുന്ന കാലം സമാധാനമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? ആരെനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിയ കാലങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ കണ്ടിട്ട് ശപിച്ചിട്ടില്ലേ? ഇവനൊന്ന് നശിച്ചാ മതിയായിരുന്നു. എന്നാൽ തമ്പുരാൻ ഇങ്ങനെ നീചരായിരിക്കെ, ഇങ്ങനെ പ്രശ്നക്കാരായിരിക്കെ, ഇങ്ങനെ ഒന്നിനും കൊള്ളരുതാത്തവരായിരിക്കെ സ്വർഗം വിട്ട് എനിക്ക് വേണ്ടി, സ്വർഗം വിട്ട് നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ ഓർക്കണം. അത് ഓർപ്പിച്ചിട്ട് പൗലോസ് പറയാ, നിങ്ങളുടെ സ്റ്റാറ്റസ് മാറി. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മൾ എവിടെ നിന്നാ വന്നത് എന്നൊരു ചിന്ത ഉണ്ടാകണം. ഒരു മനുഷ്യൻ ഒരു ഗുരുവില്ലായിരുന്നു നമ്മളെ നേർവഴിക്ക് നടത്തണം. ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് അപശബ്ദം വരുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? നമ്മുടെ ശബ്ദത്തിൽ ഒരു ഘനമില്ലേ? അതിലൊരു കാന്താവില്ലേ? അതിലൊരു സ്നേഹമില്ലേ? അതിലൊരു വിശുദ്ധി ഇല്ലേ? ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയതല്ല കേട്ടോ. നമ്മൾ മരിച്ച് അവിടെ നിന്ന് അതിനെ നശിപ്പിച്ചതിന് ശേഷം സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ച് ദൈവം നമ്മളെ ഉയർത്തിയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ഞാൻ ഇന്ന് മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ദൈവം ഉയർപ്പിച്ചത് കൊണ്ട് ആരെങ്കിലും ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കാൻ ആഗ്രഹിക്കും? നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെ, കല്ലറ യേശു പറഞ്ഞ അവൻ ഉയർത്തു കല്ലറ അല്ലെ, കല്ലറയിൽ തന്നെ ഇരുന്നു എന്നാണോ? അല്ലെ, കല്ലറ വിട്ടു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുള്ളൂ മരിച്ചവർക്ക് അവിടെ ജീവിപ്പാൻ ഉയർത്തെഴുന്നേറ്റവർക്ക് മരിച്ചവരുടെ കൂട്ടത്തിൽ ജീവിപ്പാൻ താല്പര്യമില്ലാത്തവരാണ്. അതിനർത്ഥം എന്താ? പഴയ അവസ്ഥയിലേക്ക് ജീവിപ്പാൻ അനുവാദമില്ലാത്ത ഒരൊറ്റ ഗ്രൂപ്പ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, പഴയ അവസ്ഥയിലേക്ക്, അതിക്രമത്തിലേക്ക്, പാപത്തിലേക്ക് ജീവിപ്പാൻ ഒരിക്കലും അനുമതി ലഭിക്കാത്തതായി ഒരൊറ്റ ഗണമേ ഭൂമിയിലുള്ളൂ. ആ ഗണമാണ് ദൈവവചനം പറയുന്ന ദൈവസഭ. അപ്പൊ അതിൽ ജീവിക്കാൻ നമുക്ക് മനസ്സ് ഉണ്ടാകരുത്. പറഞ്ഞാട്ടെ, അതിൽ ജീവിക്കാൻ നമുക്ക് മനസ്സ് ഏതില്? മരണത്തിൽ. അവിടെ ഇനി കർത്താവ് ഒന്നും രക്ഷിക്കുമോ നമ്മളെ? ഒരിക്കലായിട്ട് മാത്രം പറഞ്ഞ ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? യേശു മരിച്ചു. അന്ന് അടുത്തത് എന്നേക്കുമായിട്ട് ആ പദം പഠിക്കാൻ പറയണം. ഒരിക്കലായിട്ട് യേശു തന്റെ ജീവൻ അർപ്പിച്ചു. എന്നാൽ എന്നേക്കുമായിട്ടുള്ള ഒരു ഉയർപ്പെനിക്ക് നിനക്കും തന്നതിൽ എത്ര സന്തോഷമുണ്ട്. അതാ ഉയർപ്പിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ആ ഉയർപ്പ് മനസ്സിലാക്കിയവർ, ആ ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിച്ചവർ പിന്നെ പുറത്തേക്ക് നോക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഇതൊന്നും അല്ല ആവശ്യം, എനിക്ക് യേശുവിനെ മതി. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം പറഞ്ഞത്, I am straining towards to achieve Christ. യേശുവിനെ നേടേണ്ടതിന്. അങ്ങനെയല്ലേ പറയുന്നത്?
കാരണം അതാണ് ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. തന്റെ ജീവിതത്തിന്റെ സ്റ്റേറ്റസ് മാറി എന്നുള്ള അവസ്ഥ ആർക്ക് മനസ്സിലായി? ഞാൻ നമ്മളോട് ചോദിച്ചു, എത്ര പേർക്ക് ഈ അവസ്ഥ ഡെയിലി ഉള്ളിൽ മനസ്സിലായിട്ടുണ്ട്? ഞാനൊരു പാസ്റ്ററാണ്, നല്ല കാര്യം. നമ്മളൊരു വിശ്വാസിയാണ്, നല്ല കാര്യം. പക്ഷെ എന്റെ ചോദ്യം, ഉയർത്തെഴുന്നേറ്റ പാസ്റ്ററാണോ? ഉയർത്തെഴുന്നേറ്റ വിശ്വാസിയാണ്? ഹല്ലേലൂയ. കാരണം ദൈവം തന്റെ ഇഷ്ടപ്രകാരം തന്റെ ശക്തി കൊണ്ട് എന്നെ ഉയർപ്പിച്ചത് മരിച്ചവനെ പോലെ ജീവിപ്പാനല്ല. ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ജീവൻ തന്ന് എന്നെയും നിങ്ങളെയും ഉയർപ്പിച്ചത് മരിച്ചവനെ പോലെ ജീവിപ്പാനല്ല. പിന്നെ ആരെ പോലെ ജീവിക്കാനാണ്? ഇന്ന് നമുക്ക് ആരെ പോലെ ആകണ്ട. എല്ലാവരും പറയും എനിക്ക് ഇന്ന ആളാകണം. കുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചാൽ പറയാം എനിക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെ? പാസ്റ്റർമാരായ ഞങ്ങളോട് ചോദിച്ചാൽ ബെന്നിഹിന്നെ പോലെ ആകണം, അല്ലെങ്കിൽ ബില്ലി ഗ്രഹം ആകണം. നമുക്ക് ആരെ പോലെ ആകണം? അല്ലേ? യേശുവിനെ പോലെ തുല്യം പറയാൻ ആരുണ്ടെന്നേ? യേശുവിനെ പോലെ വിശുദ്ധിയുള്ള ആരുണ്ടെന്നേ ഈ ലോകത്തിൽ? യേശുവിനെ പോലെ ഒരു കുറ്റവും ചുമത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്ക് ആരെയും പോലെയാകണ്ട. I want to be like Jesus. ഇപ്പൊ നമുക്ക് ആരെ പോലെ ആവണം? പറഞ്ഞാലേ നമ്മൾ ദൈവസഭ ആരെ പോലെ ആയിരിക്കണം? എങ്ങനെയായിരിക്കണം ദൈവസഭ? പറഞ്ഞോ? യേശുവിനെ പോലെ. ഞാൻ പലപ്പോഴും പറയാം, നമ്മൾ പരസ്പരം നോക്കുമ്പോൾ നമ്മളിൽ കാണുന്ന വ്യക്തി ആരായിരിക്കണം? അതാ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരുടെ വിശ്വാസം. കാരണം വചനം പറയുന്നത് പാപത്തിൽ മരിച്ചു, അങ്ങനെയല്ലേ? എഫേസ്യരിലെ താഴേക്ക് വായിക്കട്ടെ പ്ലീസ്. 2 ഒന്നുകൂടെ പതുക്കെ വായിക്കാം. ആ കാര്യം എനിക്ക് ശരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അവയിൽ മുമ്പ്, അപ്പൊ എഫേസ്യ സഭയോട് പറയാം, മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ശ്രദ്ധിക്കണേ. ഈ ലോകത്തിന്റെ കാലഗതി, പിശാചിന്റെ അധീനതയിൽപ്പെട്ടവൻ, അനുസരണമില്ലാത്തവൻ, അല്ലെ? നമ്മൾ ആരെങ്കിലും അനുസരിക്കുന്നവരാണോ? ബാക്കിയെല്ലാം അനുസരിക്കും. അനുസരിക്കാത്ത ഒറ്റ കാര്യങ്ങൾ ദൈവം പറഞ്ഞു ഒരു കാര്യം, അല്ലെ? മാതാപിതാക്കളെ അനുസരിക്കത്തില്ല. ദൈവം പറഞ്ഞ മാതാപിതാക്കളെ അനുസരിക്കും. സഭായോഗം മുടക്കരുത്. അത് ഇന്നും അനുസരിക്കുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പറയാം, അത് വേറെ വിഷയം, അല്ലെ? പണ്ട്, ഇന്നാണോ? അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? എന്താ പറയുന്നത്? പണ്ട് പറഞ്ഞാല് പണ്ട് അങ്ങനെയല്ലേ വായിക്കുന്നത്? അതോ ഇന്നാണോ വായിച്ചത്? മുമ്പേ എന്ന് പറഞ്ഞ യേശു ഇല്ലാത്തതിന് മുന്നേ, യേശു എന്നെ ഉയർപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ആരായിരുന്നു എന്ന് പൗലോസ് എഫേസ്യ സഭയോട് ചൂണ്ടിക്കാണിക്കും. അപ്പൊ ആ ഒരു ആത്മാവ് ദുഷ്ടാത്മാവിന് അധീനപ്പെട്ട് ജീവിച്ചു നടന്നു. അടുത്ത നടന്നു ചെയ്തും കൊണ്ട്. എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോഴാണ്. അപ്പൊ ഇപ്പൊ ചെയ്യുന്നവരുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഹലോ, ഇത് ദൈവസഭയോട് എഴുതണമെങ്കിൽ പൗലോസിനോട് ദൈവാത്മാവ് പറയാതെ എഴുതത്തില്ലല്ലോ, അല്ലെ? അപ്പൊ പൗലോസിനോട് എന്ന് പറഞ്ഞു, ഇങ്ങനെ ആരാധിക്കുന്ന, ഇങ്ങനെ പാട്ട് പാടുന്ന, ഇങ്ങനെ കൈയടിക്കുന്ന, ഇങ്ങനെ സ്തോത്ര കാഴ്ച ഇടുന്ന, ഇങ്ങനെ ഉപവസിക്കുന്നവരുടെ ഇടയിലും എന്തുണ്ട്? അത് കാര്യം. സഭയെ തെറ്റിക്കുവാൻ പൈശാചികൻ കൊണ്ടുവരുന്ന അബദ്ധങ്ങളെ മനസ്സിലാക്കണമെന്ന്. എന്നിട്ട് വായിക്കട്ടെ. ആയിരുന്നു, ആണ് എന്നല്ല പറഞ്ഞാട്ടെ, ആയിരുന്നു. എന്നിട്ട് അടുത്ത പദമായിരിക്കും ഇഷ്ടം. അതൊക്കെയാണ് ഗ്രഹിക്കേണ്ട മക്കളെ. നമ്മുടെ ജീവിതത്തിൽ കരുണയില്ലാതിരുന്ന കാലം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ക്രോധം നമുക്ക് വിരോധമായിരുന്ന കാലം, പൈശാചികൻ നമുക്ക് വേണ്ടി നരകത്തിന്റെ യാതനയിൽ നമ്മളെ
വാഗ്ദത്തം ചെയ്യാനിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് കരുണാസമ്പന്നനായ ദൈവം വേറെ ആരുമല്ലേ. ആ കരുണ അനുഭവിച്ചവരല്ലേ. അങ്ങനെയല്ലേ പറയുന്നത്. ദൈവമോ എന്നെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്തോ പറ്റിയത്? ആരോടുകൂടിയാ ജീവിപ്പിച്ചത്? പിതാവായ ദൈവം ക്രിസ്തുവിനോടുകൂടെ എന്നെയും നിങ്ങളെയും എന്ത് ചെയ്തു? അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു. പിതാവായ ദൈവം നമ്മളെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു അല്ലെ? എങ്ങനെ പറയായിരുന്നു അല്ലെ? പിതാവായ ദൈവം തന്റെ കരുണാധനത്താൽ സ്നേഹത്താൽ നമ്മളെയും ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. യേശോർന്നു അവിടെ യേശു എന്ന പദം അങ്ങനെയല്ലേ പറഞ്ഞു? ഒന്നുകൂടെ വായിച്ചോട്ടെ, ശ്രദ്ധിച്ചേട്ടെ. ക്രിസ്തുവിനോടുകൂടെ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ആ ദൈവസഭ മനസ്സിലാക്കേണ്ടത് ഒരുത്തൻ യേശുവിൽ കടന്നു വന്നാൽ പിന്നെ അവനിൽ യേശു മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മളിൽ ആര് കാണണം? അതാണ് ഇപ്പൊ പിതാവായ ദൈവം യേശുവിനോട് കൂടെ എന്ന് പറഞ്ഞാൽ മക്കളെ മരിച്ചവനിൽ യേശു ഇല്ലായിരുന്നു, എന്നാൽ ഉയർത്തവനിൽ യേശുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും ഞാൻ എന്ന വ്യക്തിയല്ലായിരിക്കണം. എന്റെ അകത്ത് നിൽക്കുന്ന ഒരു രാജാവായി യേശുവുണ്ട്. യേശുവിനെ പോലെയാകണം. എത്ര പേർക്ക് ആ യേശു എന്നും നമുക്ക് ഇവിടെ കാരണം ഈ ഹോളിന്റെ എത്ര മിനിറ്റ് കൊണ്ട് മനെ 8:45 വരെ. ഓക്കെ, എന്നാ പിന്നെ ഒരു 2-3 മിനിറ്റ് കൂടെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ഈ നമ്മെ കാണരുത് പറഞ്ഞാട്ടെ, നമ്മെ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ബാപ്റ്റിസം ചെയ്യുന്ന യോഹന്നാൻ സ്നാപകൻ അങ്ങനെയല്ലേ പറയുന്നല്ലേ? ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഞാനോ വളരണം, യേശു കുറയണം. അങ്ങനെയാണോ? അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? അല്ല, പലരുടെയൊക്കെ നമ്മുടെയൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമുക്ക് യേശുവിനെ പോലെ ആകണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? യോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞ ഞാനോ കുറയണം യേശുവോ വളരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ തീർന്നെങ്കിലേ എന്നിൽ യേശു വളരത്തുള്ളൂ. ഇതായിരുന്നു അർത്ഥം. സിമ്പിൾ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് യേശു വളരണമെങ്കിൽ ദൈവസഭയിൽ ഉള്ളതെല്ലാം മരിച്ചവരായിരിക്കണം. എന്നിട്ട് യേശുവിനെ ഉയർത്തണം. അപ്പൊ അങ്ങനെ വരാൻ നേരത്താണ് പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ആർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. എങ്ങനെയായിരിക്കും? ആർക്ക് ഇഷ്ടമുള്ളതാണ്? എന്റെ ഇഷ്ടം മരിച്ചില്ലേ? ഞാൻ മരിച്ചപ്പോ നിങ്ങൾ മരിച്ചപ്പോ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്തു? അല്ലെ, മരിച്ചില്ലേ? അങ്ങനെയല്ലേ അതിനർത്ഥം? അതും അങ്ങനെയാണ്. ബുദ്ധി മാത്രം മരിച്ചില്ല, ബാക്കിയെല്ലാം മരിച്ചു. ബാക്കിയെല്ലാം കുഴിച്ചിട്ട് ബ്രെയിൻ മാത്രം എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? നമ്മുടെ ചിന്ത, നമ്മുടെ എല്ലാം എന്ത് ചെയ്തു? നമ്മള് അങ്ങനെയല്ലേ? സ്നാനപ്പെടുമ്പോ എങ്ങനെയാ എന്താ ചെയ്യുന്നത്? നമ്മള് വെള്ളത്തിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ എന്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നീ ക്രിസ്തുവിൽ പാപത്തിൽ മരിച്ചു അല്ലെ? ക്രിസ്തുവിനോടുകൂടെ പാപത്തിൽ മരിച്ചു. എന്ത് ചെയ്ത്? അടക്കം ചെയ്തു. അടക്കം ചെയ്തതിന്റെ അർത്ഥം എന്താണ്? ഇനി അവൻ അങ്ങനെ തിരിച്ച് വരരുത്. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? പക്ഷെ അവിടെ പറയുന്ന കാര്യം, എന്നാൽ തിരിച്ചു വരുന്നത് ആരെ പോലെയാ? ക്രിസ്തുവിനെ പോലെ തിരിച്ചു വരണം. അപ്പൊ എന്നിൽ പഴയവൻ ഇന്നും ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും കുഴിച്ചിടപ്പെട്ടിട്ടില്ലെന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഇത് സഭയ്ക്കകത്തുണ്ടെന്നേ. അതാ പൗലോസ് പഠിപ്പിക്കുന്നത്.
എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ദൈവമേ അങ്ങയുടെ സമാധാനം. ഇവിടെ സമാധാനം വാഴണമെങ്കിൽ തിരിച്ചറിയുന്നത് നീ ഉയർത്തവനാണ്. ചിലർ പറയും എനിക്ക് ദൈവസൗഖ്യം വേണം. എടാ നീ ഉയർത്തവനാണ് തിരിച്ചറിയുമ്പോഴല്ലേ സൗഖ്യം വരും. ഞാനിത് വിശ്വസിക്കുന്നത് ദൈവപ്രവൃത്തി ഉണ്ടെന്നേ, ആരോഗ്യം നടക്കുമെന്നേ, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്നേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭയിൽ നടക്കുമെന്നേ. ആരുടെ ഇടയിൽ നടക്കും? വചനം പഠിപ്പിക്കുകയാണെങ്കിൽ ഏത് സഭ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റുവോ അവിടെ ദൈവവിടുതൽ കണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിൽ നടക്കും. വിശ്വസിക്കുന്നു. നമ്മുടെ സഭയിൽ